അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള വിശ്വാസികളെ, പരലോക ജീവിതത്തെ നാം എത്രത്തോളം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഒട്ടനേകം സൽക്കർമ്മങ്ങളുടെ ഉടമകളാകാൻ കഴിയുക എന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിന് പോലും അറിയാത്ത, അവനും അവൻ്റെ റബ്ബിനു മാത്രം അറിയുന്ന ഗോപ്യമായ നന്മകൾ നമുക്ക് ഉണ്ടാകണം. ഇസ്ലാം വലിയ പ്രോത്സാഹനമാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ. നിങ്ങൾ സ്വതക്കകൾ പരസ്യമായിക്കൊണ്ട് നൽകുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ റബ്ബ് പിന്നെ പറയുന്നുണ്ട്, വ ഇൻ തുഖ്ഫൂഹ വ തുഅതൂഹൽ ഫുഖറാ. നിങ്ങൾ അതിനെ ഗോപ്യമായി ആരുമറിയാതെ അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ കരകളിലേക്ക് നിങ്ങൾ അത് എത്തിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ ഖൈറുൻ ലക്കും, അതാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞു അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ, ഒരു അടിമയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എങ്ങനെ അടിമയാണ്? അത്തഖിയ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അൽ ഗനിയ, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന, അൽ ഖഫിയ, ഗോപ്യമായ നന്മകൾ ചെയ്യുന്ന അടിമയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നാണ്. മുൻഗാമികളുടെ വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉക്തുമു ഹസനാതിക്കും, നിങ്ങൾ നിങ്ങളുടെ നന്മകളെ മറച്ചു വെക്കുക, കമാ തക്തുമൂന സയ്യിആതിക്കും, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ എന്നതാണ്. മുൻഗാമികളുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒട്ടനേകം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി നടന്നു പോകുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അദ്ദേഹം ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നുണ്ട്. അദ്ദേഹം പരിചിതമല്ലാത്തൊരു വീട്ടിൽ എന്തിനാണ് ഉമർ ഇവിടെ വരുന്നത് എന്നതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഏതായിരുന്നാലും അദ്ദേഹം ആ വീട് ഒന്ന് നോക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അന്ധത ബാധിച്ച ഒരു പടുവൃദ്ധയായ സ്ത്രീയെയാണ്. അവർ ചോദിച്ചു, എന്തിനാണ് ഈ മനുഷ്യൻ നിങ്ങളിലേക്ക് വരുന്നത്? അവർ പറഞ്ഞു, അദ്ദേഹം എന്നും എങ്ങിലേക്ക് വരാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട്, എന്നെ വൃത്തിയാക്കി തരാറുണ്ട്, എൻ്റെ മാലിന്യങ്ങൾ പോലും കഴുകി വൃത്തിയാക്കി എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് നടപ്പിലാക്കി തന്നിട്ടാണ് അദ്ദേഹം ഈ വീട് വിട്ടു പോകാറുള്ളത് എന്നതാണ്. കാലങ്ങളായി ചെയ്തു വെക്കുന്ന നന്മകൾ അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന താബിഈ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗം, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുതുകത്ത് വലിയൊരു പാടുണ്ട്. എന്താണ് ഇത് എന്ന് അന്വേഷിച്ചപ്പോൾ പിന്നീടാണ് അവർക്ക് ബോധ്യപ്പെട്ടത്, മദീനയിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട്ടാവശ്യങ്ങൾ അദ്ദേഹം സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്നത് പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ്. മരണം വരെയും ഒരാളും ഇത് അറിയരുത് എന്നൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു സംഭവമാണ് ആ പറയുന്നത്. മഹാനായ ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്ന് പറയുന്ന ഒരു മുൻഗാമി, അദ്ദേഹം 40 വർഷത്തോളം നോമ്പ് നോറ്റൊരു കഥ പറയുന്നുണ്ട് ചരിത്രത്തിൽ. ലാ യഅലമു ബിഹി അഹ്ലുഹു, സ്വന്തം കുടുംബത്തിന് പോലും അറിയില്ലായിരുന്നു എന്നാണ്. എന്നും രാവിലെ വീട് വിട്ടിറങ്ങുമ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം അദ്ദേഹം വീട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ആ ഭക്ഷണം മുഴുവൻ സ്വതക്ക ചെയ്ത് അദ്ദേഹം നോമ്പ് വഴിയിൽ വെച്ച് തുറന്ന് വീട്ടിലേക്ക് രാത്രി ഭക്ഷണത്തിനാണ് എത്തുക എന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളും കഴിവിൻ്റെ പരമാവധി നന്മകൾ ഗോപ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒട്ടനേകം നേട്ടങ്ങളാണ് കർമ്മങ്ങൾ ഗോപ്യമാക്കുന്നതിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്ന്, മനസ്സിൻ്റെ ഒരു വിശുദ്ധിയാണ്. നല്ല ഇഖ്ലാസ് നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, വലിയ പാപമോചനം ഇത്തരം ആളുകളെ കാത്തിരിക്കുന്ന എന്ന സന്തോഷ വാർത്ത ഒട്ടനേകം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ആപത്തുകളിൽ നമുക്കൊരു സഹായം കിട്ടുമെന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സംരക്ഷിക്കപ്പെട്ടതും രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ നന്മകളാണ്. ഏത് ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉറപ്പ് നൽകുമെന്നൊക്കെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും പ്രോത്സാഹനങ്ങളും വാഗ്ദാനങ്ങളുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ഗൗരവത്തിൽ നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കുക. അതുകൊണ്ട് ചില കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രഹസ്യമായ സ്വതക്കുകൾ നമുക്ക് ഉണ്ടാകണം. ഗൂഗിൾ പേ സംവിധാനം അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അതിലൂടെയൊക്കെ അർശിന്റെ തണൽ നമുക്ക് നാളെ പരലോകത്ത് സമ്പാദിക്കാൻ കഴിയുന്ന, ആരുമറിയാതെ സ്വതക്കുകൾ ചെയ്യുവാനുള്ള സാഹചര്യം നമുക്കുണ്ട്.
എല്ലാ മാസവും ഒരു വിഹിതം പാവപ്പെട്ട ആളുകൾക്ക്, മതസ്ഥാപനങ്ങളിലേക്ക്, ചാരിറ്റിയിലേക്കൊക്കെ ഒരു 10 റുപ്യെങ്കിലും കൊടുക്കുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. സാമ്പത്തികപരമായി കൊണ്ട് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ശാരീരികമായി കൊണ്ട് ആരും കാണാതെ നമുക്ക് ആരെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ സഹോദരങ്ങളെ ഒന്നും മിസ്സാക്കാതിരിക്കുക. ആരാധനകൾ നമ്മൾ പ്രത്യേകം നിർവഹിക്കുക. രാത്രി നമസ്കാരം കഴിയുമെങ്കിൽ അങ്ങനെ, സുന്നത്ത് നോമ്പ് കഴിയുമെങ്കിൽ അങ്ങനെ, വിശുദ്ധ ഖുർആന്റെ പാരായണം, അദ്കാറുകൾ, ഇസ്തിഗ്ഫാറുകൾ, അല്ലെ, അങ്ങനെ പള്ളിയിൽ ഒരല്പസമയമെങ്കിലും ഒന്ന് മാറിയിരുന്ന് രഹസ്യമായ റബ്ബുമായി കൊണ്ട് മുനാജാത്തിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. രഹസ്യമായി കൊണ്ടുള്ള ഇബാദത്തുകൾ എടുക്കുന്ന സമയത്ത് റബ്ബുമായി ഒറ്റയ്ക്കിരുന്ന് ഒരു കണ്ണീര് പൊലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കണ്ണീര് മതിയാകും ഒരു പക്ഷെ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗപ്രവേശനം നേടിത്തരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, രഹസ്യമായ കർമ്മങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.